നമസ്കാരം. സ്ത്രീത്വത്തെ അധിക്ഷേപിച്ച കോൺഗ്രസ് മുൻ നേതാവ് സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് AICC, KPCC നേതൃത്വങ്ങൾക്ക് പരാതിയുമായി വനിതാ നേതാക്കൾ രംഗത്ത് വന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ AICC അംഗം സിമി റോസ്ബെൽ ജോൺ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചെന്നും ഇതിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് വനിതാ നേതാക്കളുടെ പരാതി. KPCC ഭാരവാഹികളും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും ജനപ്രതിനിധികളുമായ വനിതാ നേതാക്കൾ KPCC അധ്യക്ഷൻ K. സുധാകരനും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കുമാണ് പരാതി നൽകിയത്. കോൺഗ്രസ് വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, PK ജയലക്ഷ്മി, ദീപ്തി മേരി വർഗീസ്, ആലിപ്പറ്റ ജമീല, KA തുളസി, ജബി മേത്തർ MP എന്നിവരാണ് AICC, KPCC നേതൃത്വത്തെ പരാതിയുമായി സമീപിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ലഭിക്കാവുന്ന അധികാര പദവികളും ആനുകൂല്യങ്ങളും പറ്റിയ ശേഷം സിമി റോസ്ബെൽ ജോൺ പാർട്ടിയെ സമൂഹമധ്യത്തിൽ താറടിക്കാൻ രാഷ്ട്രീയ ശത്രുക്കളുടെ ഉപകരണമായി നിന്നുകൊടുത്തെന്നും വനിതാ നേതാക്കൾ പരാതിയിൽ ആരോപിക്കുന്നു. ഗുരുതരമായ അച്ചടക്ക ലംഘനവും വഞ്ചനയും പാർട്ടിയോട് കാണിച്ച സിമി റോസ്ബെൽ ജോണിനെ അടിയന്തരമായി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നും വനിതാ നേതാക്കൾ പരാതിയിൽ ആവശ്യപ്പെടുന്നു. അതേസമയം കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളി. കോൺഗ്രസിലെ ആയിരക്കണക്കിന് സ്ത്രീ പ്രവർത്തകരെ മുഴുവൻ അപമാനിക്കുന്ന പ്രസ്താവനയാണ് മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അവർ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായ ശ്രമമാണ് അവർ നടത്തിയത് എന്നും VD സതീശൻ വ്യക്തമാക്കി. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിൻ്റെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനമാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന ആരോപണമാണ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ചത്. അവർ എന്നെക്കുറിച്ച് പറഞ്ഞു. KV തോമസിനെ MP ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു. ഹൈബി ഈഡനെ MP ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു. TJ വിനോദിനെ MLA ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു. ഇതൊന്നും തീരുമാനിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. പ്രതിപക്ഷ നേതാവായിട്ട് 3 വർഷമേ ആയുള്ളൂ. അവർ ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നയാളാണ്. അവർ ജില്ലാ കൗൺസിലിൽ മത്സരിച്ചു, കോർപ്പറേഷനിൽ മത്സരിച്ചു, സീറ്റ് കൊടുക്കുകയല്ലേ പാർട്ടി ചെയ്തത്. അസംബ്ലിയിലും അവർ മത്സരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും 4 നൂറ്റാണ്ടിനിടെ PSC അംഗമായിട്ടില്ല. PSC മെമ്പറുടെ ശമ്പളം എത്രയാണെന്നറിയുമോ? അത്രയും വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് നൽകിയത്. ഈ കഴിഞ്ഞ 5-6 കൊല്ലം ഇവർ എവിടെയിരിക്കുകയായിരുന്നു? തൃക്കാക്കര സീറ്റ് ചോദിച്ചു. ഞാനല്ല അവിടെയും തീരുമാനമെടുത്തത്. ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഉമാ തോമസിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ഏകകണ്ഠമായിട്ടാണ് അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും സതീശൻ പറഞ്ഞു. ഞാൻ പോലും എത്താത്ത സ്ഥാനങ്ങളിൽ അവർ എത്തിയിട്ടുണ്ട്. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് സ്ഥാനങ്ങൾ തീരുമാനിക്കുന്ന ടീമിൽ വന്നത്. CPMകാരനായ ഒരു ചാനൽ മേധാവി CPMകാരുമായി ഗൂഢാലോചന നടത്തി പുറത്തുവിട്ട കെട്ടിച്ചമച്ച കഥയാണ് ഇത് എന്നും സതീശൻ കുറ്റപ്പെടുത്തി. സിനിമയിൽ ഉള്ളതുപോലെ കോൺഗ്രസിലും ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. എപ്പോഴും എല്ലാവർക്കും സ്ഥാനം കൊടുക്കുവാൻ പറ്റുമോ? എത്രയോ സ്ഥാനമാനങ്ങൾ കിട്ടിയ ആളാണ് ഇങ്ങനെ പറയുന്നത്. സ്ഥാനം കിട്ടിയവരെല്ലാം മോശമായ വഴികളിലൂടെയാണ് നേടിയെടുത്തത് എന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് മോശമായി പോയി അവർ ചെയ്ത കാര്യം എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി.